ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് ഒരു മിറർ വർക്കാണ്. മിറർ വർക്ക് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് 2-3 വട്ടം. ഒരു വട്ടം നമ്മൾ മിററിൻ്റെ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതിങ്ങനെ ഫിക്സ് ചെയ്യണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതല്ലാണ്ട് വേറെ 2 വട്ടവും കൂടെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു മെത്തേഡിലാണ് മിറർ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു ഡിസൈൻ, ഒരു റൗണ്ട് സർക്കിളിലുള്ളൊരു ഡിസൈനാണ്. അതൊരു ചുരിദാറിൽ എൻ്റെ പോർഷനിലാണ് ഞാൻ തയ്ക്കുന്നത്. അതിപ്പോൾ ചുരിദാറിൽ മാത്രമല്ല ആ സർക്കിൾ ഡിസൈൻ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ലെഹങ്ക, ലാച്ച അങ്ങനെയുള്ള ഇതിലൊക്കെ സ്കേർട്ടിൽ സ്കാറ്റർ ചെയ്ത് തയ്ച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സാരിയുടെ ആണെങ്കിൽ ബോർഡർ പോർഷൻ, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്താണെങ്കിലും തയ്ക്കാം. ബോർഡറിൽ കണ്ടിന്യൂസ് തയ്ക്കുക, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് കുഷൻ കവറിൽ, ഡാർക്ക് കളർ കുഷൻ കവറിൽ ഇതുപോലത്തെ സർക്കിൾസ് ഫുള്ളും ഫില്ല് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. മിററും കൂടെ വരുമ്പോൾ അതിൻ്റെ ആ ഷൈനിങ് എഫക്റ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കാണുന്നതാണ് നോർത്ത് ഇന്ത്യൻസൊക്കെ ഓരോ ഫങ്ഷൻസിന് ഭയങ്കര ഗ്ലേസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സുള്ള ഡ്രസ്സ് ഇട്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ മിറർ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ലൈറ്റ് കളേഴ്സിൽ ചെയ്താലും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ചും കൂടെ ഡാർക്ക് കളേഴ്സിൽ ആ മിററിൻ്റെ ഷൈനിങ് എഫക്റ്റും കൂടെ വരുമ്പം കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ആ ഡാർക്കിൻ്റെ അകത്ത് ആ ഷൈനിങ് എഫക്റ്റ് വരുമ്പം, മിററിൻ്റെ ആ ഷൈനിങ് എഫക്റ്റ് വരുമ്പം. അതുപോലെ തന്നെ വൈബ്രൻറ്റ് കളേഴ്സ്, ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്ത് തയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് മെറ്റീരിയലാണ്. ബ്ലാക്ക് മെറ്റീരിയലിൽ നമുക്ക് എന്തോരം കളേഴ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കളേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറേയും കൂടെ കൂടും ഡിസൈൻ്റെ. ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന 5 ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ 5-ൽ 4 ഉള്ളൂ കേട്ടോ. 4 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കളറിൻ്റെ നമ്പർ കൂട്ടണമെങ്കിൽ അതുപോലെ കൂട്ടുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭംഗി കൂടത്തുള്ളൂ. കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരിക്കണം, മാച്ചിങ് കളേഴ്സ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസൈനും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമ്മൾ ഒരു ബ്ലാക്ക് കോട്ടൺ തുണിയിലാണ് ഈ ഒരു ഡിസൈൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു സർക്കിൾസ് വരച്ചെടുത്തൊക്കെ നമ്മൾ മിററാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പം മിറർ ആദ്യം തന്നെ നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിത്തെ വർക്ക്, അതപ്പോൾ അപ്പോഴേയും ഉണങ്ങുകയും ചെയ്യും. ബാക്കിത്തെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേയും നമ്മുടെ മിറർ ഉണങ്ങി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് മിറർ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണേ. അപ്പം സ്മോൾ സൈസ്, ഒത്തിരി വലിയതൊന്നും അല്ല, കുഞ്ഞ് മിറേഴ്സാണ്. ഒരു ഇത്തിരി ഫാബ്രിക് ഗ്ലൂ വെച്ചാൽ മതി. എന്നിട്ട് ഇതൊട്ടിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒത്തിരി ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ മേളിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഊരിപ്പോരും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇതും ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് മിറേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചുറ്റുമുള്ള മിറേഴ്സ് കുറച്ചും കൂടെ സ്മോളറാണ് നടുക്കത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നടുക്കത്തെ ഒരു ഒത്തിരിയൊന്നുമില്ല, കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. കുറച്ച് സൈസ് കൂടിയതാണ് നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെയിം സൈസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നടുക്ക് ഒരു ഇത്തിരി വലുത് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഈ ഔട്ട്ലൈൻസ് എല്ലാം തയ്ക്കാനായിട്ട് നമ്മൾ യെല്ലോ കളർ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കോഡ് നമ്പർ 290 ആണ് കോഡ് നമ്പർ. പിന്നെ നമ്മൾ ഇവിടെ മിറർ വർക്ക് എല്ലാം നല്ല 6 strands ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുമുള്ള വർക്ക്സും എല്ലാം 6 strands ഇട്ട് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. എന്നാലാണ് ഈക്വൽ പ്രൊജക്ഷൻസ് ഫുൾ വർക്കിനും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ 6 strands യൂസ് ചെയ്ത് ഈ ലൈൻസ്, സർക്കിൾസ് എല്ലാം നമ്മൾ ഈ യെല്ലോ കളർ ത്രെഡ് ഇട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ തയ്ക്കാനായിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പം 6 strands ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ബ്ലാക്കിൽ യെല്ലോ ഒക്കെ വരുമ്പോൾ നല്ല കളർ കോമ്പിനേഷൻസും ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒത്തിരി അടുപ്പിച്ച് വേണം എന്നില്ല. എന്ന് വെച്ചാൽ 6 strands ആണ്, അപ്പോൾ വിടവ് അധികം കാണത്തില്ല. അപ്പം ഇങ്ങനെ ഒത്തിരി അടുപ്പിച്ച് തയ്ക്കണം എന്നില്ല. ഇതുപോലെ നമുക്ക് ഫുൾ സർക്കിളും
ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതിന് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചിന് പകരം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ആണെങ്കിലും തയ്ച്ചാൽ നല്ലതായിരിക്കും. അന്നേരം കുഞ്ഞിതായിട്ട് തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒത്തിരി വലിയ ബോക്സസ് തയ്ക്കാണ്ട് കുഞ്ഞു കുഞ്ഞു ബോക്സസ് തയ്ക്കാനായിട്ട് നോക്കണം. ഇപ്പോൾ യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ അത് തെറിച്ച് നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് കാണുകയും ചെയ്യും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പാർട്ടീഷനിലും ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഓരോ പാർട്ടീഷനിലും ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏറ്റവും അവസാനം ആയാലും തയ്ച്ചാൽ മതി. ആദ്യം ഇപ്പോൾ ഈ സർക്കിൾസ് എല്ലാം നമുക്ക് ചെയിൻ സ്റ്റിച്ച് വെച്ച് തയ്ക്കാം. പിന്നെ എന്നോട് ചോദിക്കുന്നത്, ഈ ഫ്രെയിമിന് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് എന്തിനായി ടേപ്പ് ഒട്ടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്രെയിമിനൊരു ടൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പം ഫ്രെയിമിന് ആ സെയിം സർക്കിളിന് കുറച്ച് വിടവുണ്ടാകും. അപ്പം തുണി എത്ര നമ്മൾ സ്ക്രൂ ടൈറ്റൻ ചെയ്താലും ടൈറ്റ് ഇരിക്കത്തില്ല. അപ്പോൾ അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. ടേപ്പോ തുണി വെച്ച് ചുറ്റുമോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഫുൾ സർക്കിൾസും ചെയിൻ സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇപ്പം നമ്മൾ ഫുൾ സർക്കിളും നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സിക്സാക്ക് ആയിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഇവിടെയാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതും 6 strands തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്രോസ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഈ ഒരു പോയിൻ്റ് വരെ അവിടെ താത്തിയിട്ട്, ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലോത്തിന് എന്തോരം കോൺട്രാസ്റ്റായിട്ട് നിൽക്കണം അത്ര നമുക്ക്. ഇതിനു വേണ്ടി വൈറ്റ് വേണമെങ്കിൽ വൈറ്റും എടുക്കാം നമുക്ക്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ മാറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മളങ്ങനെ ക്രോസ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് വേറെ രീതിയിലും, ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ താത്തുന്നു പിന്നെ കുത്തിയെടുക്കുന്നു അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇതിപ്പം ഇവിടം വരെയാണല്ലോ നമുക്ക് ഇങ്ങോട്ടില്ല നമ്മൾ ത്രെഡ് കൊണ്ടുവന്നെ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് ക്രോസ് ആയിട്ടില്ല വേണ്ടത്. അപ്പം ഇങ്ങനെ എടുത്ത് തയ്ച്ചാലും മതി. അപ്പോൾ ഈ ഇങ്ങനെ താഴത്ത് കൊണ്ടുവന്ന് കൈ വെക്കേണ്ട കാര്യമില്ല, താഴത്തുനിന്ന് സൂചി എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഇതുപോലെ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഈ സെയിം കളർ ത്രെഡ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുപോലെ ഈ 2 സർക്കിളിൻ്റെ ഉള്ളിൽ ഈ ക്രോസ് നമുക്ക് തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പം നമ്മളിങ്ങനെ ക്രോസ് ഹെയർ ഇൻ ബോൺ തയ്ക്കുന്ന പോലെ ക്രോസ് തയ്ച്ചിട്ടുണ്ട്. ഇനി വേറൊരു കളർ റാണി പിങ്ക് കളർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും 6 strands തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ക്രോസിൻ്റെയൊക്കെ ഇടയിൽ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചുമ്മാ ക്രോസിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ വെറുതെ ഒന്ന് പൊക്കിയെടുത്ത്, ഈ സൈഡിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ താത്തണം. അപ്പോൾ കുറച്ചും കൂടെ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നോട്ട് കെട്ടി കൊടുക്കുന്ന പോലെ അങ്ങനെ ഒന്ന് ഉടക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിറർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമ്മൾ ഹെയർ ആൻഡ് ബോണിൻ്റെ ഓരോ ക്രോസിൻ്റെ ഇടയിൽ ഈ റാണി പിങ്ക് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഉടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിറേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോണത്. മിറേഴ്സ് ഓൾട്ടർനേറ്റ് മിറേഴ്സിൽ ഇവിടെ റാണി പിങ്ക് ആണെങ്കിൽ ഇവിടെ ഡാർക്ക് ബ്ലൂ, അങ്ങനെ ഓൾട്ടർനേറ്റ് മിറേഴ്സിന് കളറാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഇവിടെ റാണി പിങ്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ റാണി പിങ്ക് ചെയ്യാൻ സെൻറ്ററിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ചുറ്റും, ഈ മിററിന് ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് തൊട്ടടുത്തേ കൂടെ തന്നെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സൂചി താഴത്തോട്ട് താത്തുക. എന്നിട്ട് നമുക്ക് എന്തോരമാണ് ചെയിൻ, എത്ര വലിയ ചെയിനാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ പൊക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ മിററിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സൂചി മറ്റേപ്പാട് നമ്മൾ ചെയിൻ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം. ഇതുപോലെ ഈ മിററിൻ്റെ ചുറ്റും നമ്മൾ സർക്കിളിൽ ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ട് മിറർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡായത്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ മറ്റൊരു സിമ്പിൾ മെത്തേഡാണ് നമ്മൾ മിററിൻ്റെ സൈസിനനുസരിച്ച് റിങ് ഉണ്ടാക്കുക. ഈ 2 മെത്തേഡാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മിററിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയിൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയത്തെ പ്രൊസീജിയറിലോട്ട് പോകാം. നമ്മൾ ലാസ്റ്റത്തെ ചെയിനാണ് എടുക്കുന്നത്. നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ചെയിനില്ലേ, ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ചെയിനിൻ്റെ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. അപ്പോൾ ആദ്യത്തെ ചെയിൻ ഇതിൻ്റെ ഇടയിലോട്ട് ഒത്തിരി അടുത്തെടുത്തുള്ള കുഴപ്പം ഇതാണ്, ഒത്തിരി അടുത്തെടുക്കണ്ട. ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ. അപ്പം ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, ആദ്യത്തെ ചെയിൻ്റെ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. ഇങ്ങനെ ത്രെഡിൻ്റെ ആ സൂചിയുടെ അടിയിൽ കൂടെ ത്രെഡ് പിടിക്കുക. ഇങ്ങനെ ചെയ്യുക. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ വലിക്കുക. ഇനി അടുത്ത ചെയിൻ്റെ ഒരു സൈഡിലത്തെ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യണം. നീഡിൻ്റെ അടിയിൽ ത്രെഡ് വെക്കണം. ഇതുപോലെ വലിച്ചെടുക്കുന്നു. വീണ്ടും ചെയിൻ്റെ ഒരു സൈഡിലത്തെ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ത്രെഡ് നീഡിൻ്റെ അടിയിൽ കൂടെ വെക്കണം. ഇങ്ങനെ. എന്നിട്ട് നല്ലോണം ഇത്തിരി മുറുക്കി വലിച്ചു, അപ്പം ഉള്ളിലോട്ടായിക്കോളും. ഇങ്ങനെ നമ്മളിപ്പോൾ എത്ര ചെയിൻ ഇട്ടു അതിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഒരു വട്ടം ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന കാരണം നമുക്കിങ്ങനെ മിററിൽ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവർ ഫാബ്രിക് ഗ്ലൂ വെക്കാണ്ടും ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ അന്നേരം ഫുൾ ടൈം മിററിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം, മിറർ ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ തയ്ച്ച് തീരുന്ന അവിടം വരെ ഇങ്ങനെ മിററിൽ പിടിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ മിററിൽ പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇത് കണ്ടോ, നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ മിററിൻ്റെ ഇങ്ങനെ ചുറ്റും കവർ ചെയ്ത് വരുമ്പോൾ മിറർ പിന്നെ ഊരിപ്പോരത്തില്ല. അടുത്ത ചെയിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം. ത്രെഡ് താഴത്തെ കൂടെ പാസ് ചെയ്യുന്നു, വലിക്കണം. ഇതിപ്പം ഒരു സർക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കവർ ചെയ്യണം. വലിയ മിററൊക്കെ ആണെങ്കിൽ, ഇതിപ്പോൾ കുഞ്ഞു മിററാണ്ട് ഒരു വട്ടം ചെയ്താൽ മതി. വലിയ മിററാണെങ്കിൽ ഒരു വട്ടം കൂടി ഇതിൻ്റെ ഇപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. വീണ്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അങ്ങനെ ചെയ്താലും വലിയ മിററാകുമ്പോൾ 2 or 3 വട്ടം ഇങ്ങനെ റൗണ്ട് അടിച്ച് ചെയ്യാവുന്നതാണ്.
ഇതിപ്പോൾ അതേ നമ്മൾ ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിർത്താം. ഇതുമാതിരി നിർത്താം. അതല്ല ഒരു റൗണ്ടും കൂടെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ വീണ്ടും ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക, വീണ്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പം ഒരു റൗണ്ട് ചെയ്തപ്പോൾ ഇതിന് മതിയായിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചതേ ഇവിടെ താഴത്തോട്ട് പുറകിലോട്ട് കുത്തിത്താത്തുക. ഇനിയിപ്പോൾ ഈ മിറർ പോരത്തില്ല. ഒന്നാമത്തെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. 2 ഇത്രയും കവർ ചെയ്ത് മിറർ ഇവിടം വരെയാണ് മിററുള്ളത്. അതിൻ്റെ മേളിൽ കൂടെ ഇത്രയും ഹോള് കുഞ്ഞതായല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മിറർ ഊരിപ്പോയില്ല. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മിറർ വർക്ക്. അതുപോലെ ബാക്കിത്തെ എല്ലാ മിറേഴ്സും നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഫൈനലായിട്ട് എങ്ങനെ ഈ ഡിസൈൻ ഇരിക്കുന്ന കാണണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മിറേഴ്സ് എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഡിസൈൻ വന്നിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഇവിടെയുള്ള ലൈൻസാണ്. ലൈൻസ് തയ്ക്കുന്ന ഈ സെയിം കളർ ക്രീം കളർ ത്രെഡ് എടുത്തിട്ടാണ് ആ ത്രെഡ് യൂസ് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ ഈ ലൈൻസ് എല്ലാം ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ലേസി ഡേസി തയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇതിനും 6 സ്ട്രാൻഡ്സ് തന്നെയുണ്ട്. ഫുൾ ഡിസൈനും നമ്മൾ 6 സ്ട്രാൻഡ്സ് തന്നെയാട്ടോ യൂസ് ചെയ്തേക്കുന്നത് എല്ലായിടത്തും തയ്ക്കാൻ. ഇപ്പോൾ മിറർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പം ബാക്കിയുള്ളതൊക്കെ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യാണ്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി, അതിനൊരു എടുപ്പ് കിട്ടത്തില്ല. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഹെയർ ഇൻ ബോൺ അങ്ങനെയുള്ള സാറ്റിൻ സ്റ്റിച്ച് അതൊക്കെ തയ്ക്കുന്നത് 6 സ്ട്രാൻഡ്സ് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട, 4 സ്ട്രാൻഡ്സോ ഒക്കെ ഉപയോഗിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ 6 സ്ട്രാൻഡ്സ് തന്നെ ഉപയോഗിച്ചാലാണ് ആ ഡിസൈനൊരു ഭംഗി കിട്ടത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഈ ബാക്കിയുള്ള ലെഗ്സ് എല്ലാം ഇങ്ങനെ നീണ്ടിരിക്കുന്ന ലൈൻസ് എല്ലാം നമുക്ക് ലേസി തയ്ച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഡിസൈൻ സർക്കിൾ ഡിസൈൻ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് ഡിസൈൻ കാണുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുൾ കളർഫുൾ, എനിക്ക് എന്നായാലും ഒത്തിരി ഇഷ്ടമായി. ബ്ലാക്കും അതിൻ്റെ അകത്ത് യെല്ലോയും റാണി പിങ്ക് ബ്ലൂ കളർ കോമ്പിനേഷൻസ് എല്ലാം വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ചുരിദാറിൽ മാത്രമല്ല സാരിയിൽ ഫുൾ ബോർഡറായിട്ടുള്ള സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെയായിട്ട് തയ്ക്കാം. മിറേഴ്സുള്ള ആ ഷൈനിങ് എഫക്റ്റ് വരും. അതുപോലെ തന്നെ ചുരിദാറിലാണെങ്കിൽ പാവാടകളിലാണെങ്കിൽ ബ്ലൗസിൻ്റെ സെൻറ്ററിൽ എന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ കുഷൻ കവറിൽ ഇതുപോലത്തെ സ്മോൾ ഡിസൈൻ 4 സ്ക്വയറാണ് കുഷൻ കവറെങ്കിൽ 4 ആയിട്ട് തയ്ച്ചാലും ബെഡ്ഷീറ്റല്ല ബെഡ് സ്പ്രെഡിൽ നമ്മൾ ഇങ്ങനെ അലങ്കരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്പ്രെഡിൻ്റെ അകത്തോ ഇതുപോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു മോട്ടീവ് ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.